ഹേയ്, ദിസ് ഇസ് ആശു ചക്കു 24. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഈ കറക്കം ഞങ്ങളെ കുട്ടിക്കാനം വരെ എത്തിച്ചു. കേട്ടിട്ടില്ലേ, ഈ പ്ലാൻ ചെയ്യാതെയുള്ള പെട്ടെന്നുള്ള യാത്രയാണ് എപ്പോഴും ഒരു ഭംഗി കൂട്ടുന്നത്. അതുപോലെയാണ് ഞങ്ങൾക്കും ഈ യാത്ര. കിട്ടിയ സമയത്ത് തന്നെ പൈമരക്കാട്ടിൽ കയറി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് പയ്യെ ഇറങ്ങി. കയറിയതിനെക്കാട്ടി പാടായിരുന്നു സത്യം പറഞ്ഞ് ഇറങ്ങാൻ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒട്ടും സമയം പാഴാക്കാതെ അടുത്ത സ്ഥലത്തേക്ക് എത്തി, അതായത് പുളിയംകുന്നിലേക്ക്. പള്ളിയും ഗ്രൗണ്ടും ഏരിയ എല്ലാം കാണുമ്പോഴേ അറിയാം എന്തോ നിഗൂഢത ഒളിച്ചിരിപ്പുണ്ടെന്ന്. കറക്റ്റാണ്. ഈ പള്ളിയുടെ പരിസരം മുഴുവനും സെമിത്തേരി കൊണ്ട് നിറഞ്ഞു നിൽക്കുക. പയ്യെ ഞങ്ങൾ നോക്കി ചെന്നപ്പോഴാണ് മനസ്സിലായി ഈ പള്ളിയുടെ പ്രധാനമായിട്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഈ പള്ളിയുടെ സൈഡിൽ തന്നെ ഒരു കുതിരയെ മറവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ പള്ളിയുടെ ചരിത്രം, ഈ സെമിത്തേരിയുടെ ചരിത്രം എന്താണെന്ന് ഞങ്ങൾ പയ്യെ ഫോണിലെല്ലാം വാച്ച് ചെയ്യുമായിരുന്നു. ജോസഫ് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇത് തന്നെയാണ്. ഇവിടെ അധികം നേരം നിൽക്കണ്ടല്ലോ എന്നോർത്ത് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ വണ്ടിയെടുത്ത് ഞങ്ങൾ നല്ല സമയത്ത് ചെന്നതുകൊണ്ട് ഒരു പറ്റു വെള്ളം പോലും ഞങ്ങൾ അവിടെ കണ്ടില്ല. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായി ഇവന്മാർക്ക് ഫോട്ടോയോടൊന്നും വലിയ താല്പര്യമില്ല. നല്ല നാണം കുണികളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ ഫോട്ടോയ്ക്ക് വരുമ്പോൾ ഒരു പോസ് ചെയ്ത് നിന്ന് തന്നില്ല. പിന്നെ ഇത്രയും ദൂരം വന്നതല്ലേ, ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ പോകുന്നതെന്നോർത്ത് ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ വീതം കുടിച്ചു. ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ചേട്ടൻ ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് കഴിക്കാനുള്ള പഴംപൊരിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ആ ചേട്ടൻ ചെയ്തു തന്നു. പിന്നെ അവിടെ ഒരു കുരങ്ങച്ചൻ നിൽപ്പുണ്ടായിരുന്നു. അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെല്ലാം ഇന്നും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പോകും, ഇവിടെ ഇനി നിങ്ങൾക്ക് കൂട്ടി ഞാൻ മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് തരാമെന്ന് ചോദിച്ച് ഈ ചേട്ടൻ്റെ പുറകെ കുറേ നേരമായിട്ട് നടക്കുക. അവസാനം ആ ചേട്ടൻ ചായ എടുത്തു കൊടുത്തു. അത് വേണ്ട അവന്. പിന്നെ അവൻ ഓരോ സാധനം എത്തി വരുന്ന നോക്കി, അതൊന്നും അവന് വേണ്ട. അവസാനം അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൻ ആ മുട്ടയൊന്ന് കിട്ടി. മുട്ടയുമായി അവൻ സൈഡിലേക്ക് നീങ്ങി. ആർക്കും ശല്യമില്ലാതെ അവൻ ആ മുട്ട മുഴുവനും കുടിച്ചു തീർത്ത്. ഈ മുട്ടയൊന്ന് പൊട്ടിക്കാൻ അവൻ ഒരുപാട് ബുദ്ധിമുട്ടി. അവസാനം അവൻ സ്വന്തം റിസ്കിൽ തന്നെ അവൻ പൊട്ടിച്ചെടുത്ത് അത് കുടിച്ച്. പിന്നെ ആ ചേട്ടനെക്കാട്ടി അധികാരമായിരുന്നു ഈ കടയിൽ അവന്. കാരണം അവൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ സ്വന്തം കടയാന്നുള്ള ഭാവമാണ്. അതുകൊണ്ട് അവൻ ആരോടും ചോദിക്കാതെ ആ ബജി വരാൻ തൊട്ടടുത്ത് കഴിച്ച്. അവസാനം ഈ ചേട്ടൻ അവനെ പറ്റിക്കാൻ വേണ്ടി ആ ചേട്ടൻ്റെ ഒരു പഴം ഉണ്ടായിരുന്നു, അത് പയ്യെ അവനെ കാണിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച്. അവസാനം അവനത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അവൻ്റെ വയറും നിറഞ്ഞ് അവനും സന്തോഷമായി. ഇത് കണ്ട് ഞങ്ങളും സന്തോഷമായി. ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ച്. സമയത്ത് നമുക്ക് ഇങ്ങനത്തെ യാത്രയൊക്കെ നല്ലതാണ്. കാരണം നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ഇങ്ങനത്തെ യാത്ര എപ്പോഴും നല്ലതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.